Hi students, welcome to a new class. Today we are going to discuss the concept called pricing. Pricing is an important element included in the marketing mix. So we are discussing pricing in detail. ഇന്ന് മാർക്കറ്റിംഗ് മിക്സിലെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള പ്രൈസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. Price is the only element in the market mix of a firm that generates revenue. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിലെ ഒരേ ഒരു എലമെൻ്റ് ആണ് ദാറ്റ് ജനറേറ്റ്സ് റവന്യൂ. വരുമാനം നൽകുന്ന, പണം നൽകുന്ന മാർക്കറ്റിംഗ് മിക്സിലെ ഒരേ ഒരു എലമെൻ്റ് ആണ് പ്രൈസ് എന്നുള്ളത്. വൺസ് എ കമ്പനി ഹാസ് ഡെവലപ്ഡ് എ പ്രോഡക്റ്റ്, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഡിസൈഡ് ഹൗ ടു പ്രൈസ് ഇറ്റ്. പിന്നീട് അവർ ചെയ്യേണ്ട കാര്യമാണെന്ത്, എങ്ങനെയാണ് ആ ഉൽപ്പന്നത്തിന് വിലയിടുന്നത് എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് എ മോസ്റ്റ് കോംപ്ലക്സ് പ്രോസസ്സ്. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എ കമ്പനി കനോട്ട് പ്രൈസ് ഇറ്റ്സ് പ്രോഡക്റ്റ് ടു ഹൈ ഓർ ടു ലോ. ഒരു കമ്പനിക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും കുറക്കുവാനോ കൂട്ടുവാനോ സാധിക്കില്ല. കൂടുതലാക്കുവാനോ സാധിക്കില്ല, കുറയ്ക്കുവാനോ സാധിക്കില്ല. കുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. പ്രൈസ് കുറക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും. പ്രൈസ് കൂടുന്ന സമയത്ത് അത് സെയിൽസിനെയും ഡിമാൻഡിനെയും ബാധിച്ചേക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നീട് പറയുന്നത് എവരിത്തിങ് എൽസ് ഇൻ ദി മാർക്കറ്റിംഗ് മിക്സ് ഈസ് ഓൺലി കോസ്റ്റ്, ബട്ട് പ്രൈസ് ഈസ് ദ ഓൺലി റവന്യൂ ജനറേറ്റിംഗ് എലമെൻറ്റ്. പ്രൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ലാഭസാധ്യതയെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് പ്രൈസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിങ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് യു വിൽ മേക്ക്. ഒരു ബിസിനസ് ഫേം എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് പ്രൈസിങ് എന്നുള്ളത്. തങ്ങളുടെ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലയിടുക എന്നുള്ള പ്രവൃത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യു മസ്റ്റ് ഓഫർ യുവർ പ്രോഡക്റ്റ് ഫോർ എ പ്രൈസ് യുവർ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് വില്ലിംഗ് ടു പേ. ഒരു പ്രൊഡക്റ്റിന് ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന് നൽകാൻ കഴിയുന്ന, പേ ചെയ്യാൻ സാധിക്കുന്ന, ഉൽപ്പന്നത്തിന് പേ ചെയ്യാൻ സാധിക്കുന്നത് എത്രയാണോ അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം ഉൽപ്പന്നത്തിന് വിലയിടേണ്ടത്. ആൻഡ് വൺ ദാറ്റ് പ്രൊഡ്യൂസസ് എ പ്രോഫിറ്റ് ഫോർ യുവർ കമ്പനി ഓർ യു വോണ്ട് ബി ഇൻ ബിസിനസ് ഫോർ ലോങ്. സ്ഥാപനത്തിന് പ്രോഫിറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം. അതുപോലെ എന്ത് ചെയ്യണം? ടാർഗറ്റ് മാർക്കറ്റിലുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കണം. ഓക്കെ, സോ പ്രൈസിങ് എന്ന് പറയുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദി സെല്ലർ ഫോർ എ പ്രോഡക്റ്റ്. പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഒരു ബയർ ഒരു സെല്ലർക്ക് നൽകുന്നത് എന്താണോ അതാണ് പ്രൈസ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ ഇൻ ടേംസ് ഓഫ് മണിയാണെന്ത്, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെയോ എക്സ്ചേഞ്ച് വാല്യൂവിനെ പണപരമായ രീതിയിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതാണ് പ്രൈസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ഈസ് വാട്ട് യു പേ. പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, നിങ്ങൾ എന്താണോ പേ ചെയ്യുന്നത്, അതാണ് പ്രൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. വാല്യൂ എന്നറിയപ്പെടുന്നതോ നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അതാണ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, പ്രൈസ് ഈസ് ദ മണി യു പേ ഫോർ എനി പ്രോഡക്റ്റ് ഓർ സർവീസ്. Price is the amount charged for a product or service. Price is the amount paid by the buyer to the seller for a product. The value of money placed on a goods or service. It is the exchange value of product or service in terms of money. Price fundamentally is a measure of value. ഒരു ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ, മൂല്യത്തെ അളക്കുന്നതിനുള്ള ഒരു ഘടകമാണേത്, ഒരു ഡിറ്റർമിനൻ്റ് ആണേത് പ്രൈസ് എന്നുള്ളത്. ദാറ്റ് ഈസ് it has to be a true reflector of value for the company as well as for the customer. കമ്പനിക്കും കസ്റ്റമേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അളക്കാനുള്ള റിഫ്ലക്ടറാണ് ഇത് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
The key to pricing is understanding the value that buyer places on a product. പ്രൈസിങ്ങിൻ്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്, താക്കോൽ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ വാല്യൂ ദാറ്റ് ബയർ പ്ലേസ് ഓൺ എ പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് മുകളിൽ ബയർ പ്ലേസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്, ഒരു ഉൽപ്പന്നത്തിന് ബയർ നൽകുന്ന വാല്യൂ എത്രയാണ്, മൂല്യം എത്രയാണ് എന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്, മനസ്സിലാക്കുന്നതാണ് പ്രൈസിങ്ങിലേക്കുള്ള താക്കോൽ എന്ന് അറിയപ്പെടുന്നത്. Price and pricing. The term price need not be confused with the term pricing. Price and pricing is different. Price is a value of a product. Price simply is an amount paid by the buyer to the seller for a product. Pricing is a process, or pricing is a managerial task. പ്രൈസും പ്രൈസിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദി സെല്ലർ. ഒരു ഉൽപ്പന്നത്തിന് ബയർ സെല്ലർക്ക് നൽകുന്ന ഒരു എമൗണ്ട് ആണെന്ത് പ്രൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസിങ് എന്നാലോ, പ്രൈസിങ് ഈസ് എ പ്രോസസ്. പ്രൈസിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. പ്രൈസിങ് ഈസ് എ മാനേജീരിയൽ ടാസ്ക്. പ്രൈസിങ് എന്ന് പറയുന്നത് എന്താണ്? മാനേജീരിയൽ ആയിട്ടുള്ള മാനേജേഴ്സ് എടുക്കേണ്ട ഒരു ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇത്. മാനേജീരിയൽ ടാസ്ക് ആണ് പ്രൈസിങ്. ദാറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്ത്? എസ്റ്റാബ്ലിഷിംഗ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. പ്രൈസിങ് ഒബ്ജക്റ്റീവുകൾ തീരുമാനിക്കുക എന്നുള്ള കാര്യം പ്രൈസിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. വിലയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളെ തീരുമാനിക്കുക. പിന്നെയോ ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ഗവേണിംഗ് ദി പ്രൈസ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കുക. അസർട്ടൈനിങ് ദെയർ റെലവൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഡിറ്റർമൈനിങ് ദി പ്രൊഡക്റ്റ് വാല്യൂ. ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക, കണ്ടെത്തുക ഇൻ മോണിറ്ററി ടേംസ്. അതുപോലെ തന്നെ ഫോർമുലേഷൻ ഓഫ് പ്രൈസ് പോളിസി. പ്രൈസിംഗ് പോളിസീസ് രൂപീകരിക്കുക. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണെന്ത് പ്രൈസിങ്ങിൽ വരുന്നത്. പ്രൈസിങ് ഈസ് എ പ്രോസസ്, ബട്ട് പ്രൈസ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദി സെല്ലർ. പ്രൈസിങ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ളതാണെന്ത് പ്രൈസിങ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ അതാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടേണ്ടതില്ല, കറക്റ്റ് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, അടുത്തതായിട്ട് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്? ഫോർ വാട്ട് പർപ്പസ് വി പ്രൈസ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് നമ്മൾ വിലയിടുന്നത് എന്തെല്ലാം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്? ഓൺ ദ ബേസ് ഓഫ് വാട്ട് ഒബ്ജക്റ്റീവ്സ് ദ കമ്പനി ഫിക്സ് എ പ്രൈസ് ഫോർ ദിയർ പ്രോഡക്റ്റ്. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? അവരുടെ ഉൽപ്പന്നത്തിന് വില തീരുമാനിക്കുന്നത് എന്തെല്ലാം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ലാഭം വർദ്ധിപ്പിക്കുക, സ്ഥാപനത്തിൻ്റെ ലാഭത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസിങ് ചെയ്യുന്നത്. ദ പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ് ഷുഡ് ബി കൺസിഡർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ലാഭക്ഷമതയെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഉൽപ്പന്നത്തിന് വിലയിടേണ്ടത്. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള, റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് പ്രൊഡക്റ്റിന് മുകളിൽ കിട്ടേണ്ടതുണ്ട്. ബൈ കൺസിഡറിങ്, ആഫ്റ്റർ കൺസിഡറിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, ദ പ്രൈസിങ് ഷുഡ് ഹാപ്പൻ. ഉൽപ്പന്നത്തിൻ്റെ ലാഭസാധ്യതയെ കണക്കിലെടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഉൽപ്പന്നത്തിൻ്റെ ലാഭസാധ്യതയെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഉൽപ്പന്നത്തിന് വിലയിടാൻ. സോ മാക്സിമൈസിങ്, ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദി പ്രോഫിറ്റ് വി ആർ പ്രൈസിങ് എ പ്രോഡക്റ്റ്. ലാഭം വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസിങ് ചെയ്യുന്നത്, ഉൽപ്പന്നത്തിന് വിലയിടുന്നത്. ഉൽപ്പന്നത്തിന് വിലയിടുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ്? സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് മാർക്കറ്റ് ഷെയർ. സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിലുള്ള മാർക്കറ്റ് ഷെയറിനെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെയുള്ളതാണെന്ത് രണ്ടാമത്തെ ലക്ഷ്യം. ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് ഷെയർ, മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിനുള്ള സ്വാധീനം, പ്രസൻസ് ആണ് മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഷെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ ഇംപ്രൂവ് ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
പ്രൈസിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ ടു അച്ചീവ് എ ഡിസൈർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്യുന്നു, മതിയായ വരുമാനം, റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക എന്നുള്ളതും പ്രൈസിങ്ങിൻ്റെ ഉദ്ദേശമാണ്. അതുപോലെ ടു മീറ്റ് ഓർ പ്രിവെൻറ്റ് കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കോമ്പറ്റീഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസിങ് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസസ്, ഉൽപ്പന്നത്തിൻ്റെ വിലയെ എന്ത് ചെയ്യുക, ഉൽപ്പന്നത്തിൻ്റെ വിലയെ സുസ്ഥിരമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈസിങ് ഉപയോഗിക്കുന്നത്. അത് ലക്ഷ്യമാണ്. ബിൽഡ് ഇമേജ് ആൻഡ് എൻഹാൻസ് ഗുഡ് വിൽ വർദ്ധിപ്പിക്കുക, സ്ഥാപനത്തിൻ്റെ സൽപ്പേര് വർദ്ധിപ്പിക്കുക, അതുപോലെ സ്ഥാപനത്തിന് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് പ്രൈസിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ സോഷ്യൽ വെയർ, സാമൂഹ്യക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഉൽപ്പന്നങ്ങൾക്ക് വിലയിടുക, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്ത് ചെയ്യുക, നല്ല ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക. അത് സോഷ്യൽ വെൽഫെയറിന്, സാമൂഹിക ക്ഷേമത്തിന് കാരണമാവുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്, വ്യാവസായികമായിട്ടുള്ള സുസ്ഥിരതയും വളർച്ചയും വികാസവും എന്താണ്, ഇതിൽ വരുന്നതാണ്. സോ പ്രൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണെന്ത്, ഇൻഡസ്ട്രിയൽ സ്റ്റെബിലിറ്റി, വ്യാവസായികമായിട്ടുള്ള സുസ്ഥിരത, അതുപോലെ തന്നെ വ്യാവസായികമായിട്ടുള്ള വികാസം എന്നിവയെല്ലാം. അതുപോലെ തന്നെ ഇൻക്രീസ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ എന്ത് ചെയ്യുക, ഉയർത്തുക എന്നുള്ളതും പ്രൈസിങ്ങിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ്. ദേശീയ വരുമാനത്തെ ഉയർത്തുക എന്നുള്ളത് ഇൻക്രീസിങ് ഓഫ് നാഷണൽ ഇൻകം എന്നതാണ് അതിൽ പറയുന്നത്. ദീസ് ആർ ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് ദി പ്രൈസ്. ഒരു ഉൽപ്പന്നത്തിന് വില നിർണ്ണയിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഉൽപ്പന്നത്തിന് വില നിർണ്ണയിക്കപ്പെടുന്നത്. ദ ഫോളോവിങ് സ്റ്റെപ്സ്, ദർ ആർ സം സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് വൈൽ സെറ്റിംഗ് അപ്പ് ഓഫ് ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന് വിലയിടുന്ന സമയത്ത് നിരവധി ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഉൽപ്പന്നത്തിന് വിലയിടുന്നത്. ഓക്കെ, ദർ ആർ സം സ്റ്റെപ്സ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻ. പ്രൈസിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഓരോന്നോരോന്നായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തേതാണ് സ്റ്റഡിയിങ് ടാർഗറ്റ് മാർക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻ ഈസ് സ്റ്റഡിയിങ് ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഫസ്റ്റ്, ദ മാർക്കറ്റിംഗ് മാനേജർ ഹാസ് ടു സ്റ്റഡി ദ നാച്ചർ ഓഫ് ദി ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യം തന്നെ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് മാനേജർ ഒരു പഠനം നടത്തണം. വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് കാര്യമായ അറിവില്ല എങ്കിൽ എ മാർക്കറ്റിംഗ് മാനേജർ വിൽ നോട്ട് ബി ഏബിൾ ടു ഡിറ്റർമൈൻ ദി പ്രൈസ്. ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് ആ ടാർഗറ്റ് മാർക്കറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുവാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡിയിങ് ദി ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ സെക്കൻഡ് വണ്, സെലക്ട് ദി പ്രൈസ് ഒബ്ജക്റ്റീവ്സ്. പ്രൈസ് ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. സ്റ്റഡിയിങ് ദി പ്രൈസ് ഒബ്ജക്റ്റീവ്. ഫസ്റ്റ്, ദ ഫേം ഷുഡ് ഡിസൈഡ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു അക്കംപ്ലിഷ് വിത്ത് ഗിവൺ പ്രൊഡക്റ്റ്. നൽകിയിട്ടുള്ള ഉൽപ്പന്നത്തിൽ നിന്നും എന്താണ് ഒരു സ്ഥാപനത്തിന് നേടാനുള്ളത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. ചില സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും, ചില സ്ഥാപനങ്ങൾക്ക് വെൽത്ത് മാക്സിമൈസേഷൻ ആയിരിക്കും, ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. സോ എന്താണ് പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു പ്രൊഡക്റ്റിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന്, ഒരു ഫേം ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു ഫേമിന് എന്താണ് ഒരു പ്രൊഡക്റ്റിൽ നിന്നും കിട്ടേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി വിലയിടുവാൻ സാധിക്കുകയുള്ളൂ. തേർഡ് വൺ, ഡിറ്റർമൈനിങ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുക, ഡിമാൻഡ് കണക്കാക്കുക. ഈച്ച് പ്രൈസ് ലീഡ്സ് ടു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡിമാൻഡ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഓരോ വിലയും എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ ലെവൽ ഓഫ് ഡിമാൻഡിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ദെർഫോർ പ്രൈസ് അഫക്ട്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ്ലി. The firm will have to determine the different quantities of product which would be demanded at different prices. Generally at higher prices demand is lower. സാധാരണ രീതിയിൽ വില കൂടുന്ന സമയത്ത്
ഡിമാൻഡ് കുറയുകയും ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. The firm wants to set a price that will help recover all costs and yield a fair return on investment. Hence, total cost has to be estimated. മൊത്തം എത്രയാണ് ചെലവ് for the purpose of the production, for the production activities, how much money invested, how much money used, എത്രത്തോളം പണം ഉപയോഗിച്ചു എന്നെന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര കോസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓൺ ദ ബേസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ദ പ്രൈസിങ് happen. The next one, analyzing prices of competitors. The firm need to know the competitors' price and possible price reaction before deciding its own price. ഒരു സ്ഥാപനം അവരുടെ അതേ ഉൽപ്പന്നം സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കുന്ന കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിലുണ്ടാകുന്ന റിയാക്ഷൻസ് എന്ത് ചെയ്യണം, അവർ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, തീരുമാനിക്കേണ്ടതുണ്ട്. ഇൻ കേസ് അവർ പ്രൊഡക്റ്റ് പ്രൈസ് ഈസ് വെരി ഹൈ ദാൻ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റ് പ്രൈസ്, ദാറ്റ് വിൽ അഫക്റ്റ് ദ ബിസിനസ്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വില കോമ്പറ്റീറ്ററുടെ ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ വളരെ കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യും, ബാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ടിങ് ദി പ്രൈസിങ് മെത്തേഡ്. The firm has to select an appropriate pricing method. It is selected after taking into consideration cost, customers' perception regarding quality and value, competitors' price, government legislation, etc. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് മെത്തേഡ് ഓഫ് പ്രൈസിങ്ങിലൂടെയാണ് ഒരു ഉൽപ്പന്നത്തിന് വിലയിടുന്നത് എന്നെന്ത് ചെയ്യണം, സെലക്ട് ചെയ്യേണ്ടതുണ്ട്. There are several kinds of pricing strategies or pricing method. വ്യത്യസ്തമായ പ്രൈസിങ് മെത്തേഡുകളും പ്രൈസിങ് സ്ട്രാറ്റജീസൊക്കെ അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ്, കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ, ക്വാളിറ്റി ആൻഡ് വാല്യൂ, കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, ഗവൺമെൻറ് ലെജിസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡ് തീരുമാനിക്കേണ്ടത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, സെലക്ട് ദ ഫൈനൽ പ്രൈസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, സെറ്റ് ചെയ്യുക. ടു ഡിസൈഡ് ഓൺ ദി ഫൈനൽ പ്രൈസ് some additional factors must be taken into consideration. These factors include consumer psychology, firms' pricing policies, impact on the other parties. നമ്മുടെ ഫൈനലായിട്ടൊരു ഉൽപ്പന്നത്തിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് കൺസ്യൂമർ സൈക്കോളജി. ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേംസ് പ്രൈസിങ് പോളിസീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പാക്റ്റ് ഓൺ അതർ പാർട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി മേജർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് പ്രൈസിങ്, പ്രൈസ് സെറ്റിംഗ് ഇൻ ദി സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് ദി പ്രൈസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ താങ്ക് യു.